ശ്രീ ജോഷി ജോസഫ്. ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തെ, ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണത്തെ രഞ്ജിത്ത് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി രേഖാമൂലം ഒരു പരാതി വരട്ടെ എന്നാണ്. രഞ്ജിത്ത് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഒരു ഓഡീഷന് വേണ്ടി അവർ വന്നു, അവരുടെ പ്രകടനം തൃപ്തികരമല്ല എന്ന് കണ്ട് അവരെ മടക്കി അയച്ചു എന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയം? ആ വർഷം തന്നെ 2009 തന്നെ അറിഞ്ഞ അതിൽ ഇടപെട്ട ആളെന്നുള്ള നിലയിൽ. ഏതായാലും ഈ ഓഡിഷൻ എന്ന തിയറി പുതിയ തിയറിയാണ്. കാരണം ഓഡിഷന് വേണ്ടിയിട്ട് അവരിവിടെ വരേണ്ട കാര്യമില്ല. നമ്മളും പുലിയെത്താൻ നടക്കുന്ന മനുഷ്യരല്ലല്ലോ, സിനിമയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. മാത്രമല്ല, ഞാൻ ഫിലിംസ് ഡിവിഷൻ്റെ മേധാവിയായി കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക റോളിന് വേണ്ടിയിട്ട് ശ്രീലേഖ മിത്രയെ, കാരണം അവർ ശ്രീലേഖ മിത്രയുടെ അതിനു മുമ്പുള്ള റോളുകൾ കണ്ടിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് എന്ന് തീരുമാനിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിഷൻ തിയറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ശ്രീലേഖയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണം വന്നുകൊണ്ട് ഈ ഓഡിഷൻ ഇങ്ങനെയാണോ, രഞ്ജിത്ത് സ്കൂൾ ഓഫ് ഓഡിഷൻ, വളയിൽ പിടിക്കുക, മുടിയിൽ പിടിക്കുക, പിന്നെ അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഒരു ഓഡിഷൻ തിയറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇതൊരു അടിസ്ഥാനരഹിതം ആയ സംഗതി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ തോട്ട് ന്യായീകരണമാണ്. ഇത് ആർക്കും തെറ്റുപറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴും ഇന്ന് പോലും ഞാൻ അവരുടെ കേട്ട ഒരു ഇൻ്റർവ്യൂവിൽ അവരൊരു ഇരയെ പോലെ സംസാരിക്കുന്നതേ ഇല്ല. ഹി വാസ് എ ഗുഡ് ലുക്കിംഗ് മാൻ, ഹി വാസ് വെരി ചാമിങ്, എനിബഡി കുഡ് ഹാവ് ഫോളൻ ഫോർ ഹിം, ബട്ട് ഐ വാസ് നോട്ട് ഇൻ ദറ്റ് സോൺ. അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതായത് അല്പവും കൂടി ഇത്ര ആക്രാന്തം കാണിക്കാതെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു മലയാളി പുരുഷൻ്റെ അഹന്തയുടെ ഭാഗം കൂടിയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ല. അഥവാ ചിന്തിക്കുന്ന സ്ത്രീ ആണ് എങ്കിൽ പോലും അവരൊരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് സിഗ്നലാണ് എങ്കിൽ നിങ്ങൾ എഴുതിയ എല്ലാ കഥാപാത്രങ്ങളുടെയും മാടമ്പിത്തരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് രഞ്ജിത്ത് പറയും പോലെ തന്നെ ഞാനും പറയുന്നത്, രഞ്ജിത്ത് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. തീർച്ചയായും രഞ്ജിത്ത് പറയുന്നത് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അടുത്ത് പെരുമാറേണ്ടി വന്നിട്ടേ ഇല്ല ഇവരുമായിട്ട്. ശങ്കർ രാമകൃഷ്ണൻ ഇവരോട് കൃത്യമായി നിങ്ങൾക്ക് റോളില്ല എന്ന് പറയുന്നു, അവർ മടങ്ങുന്നു. അവർ വേട്ടക്കാരിയാണ്, ഞാൻ ഇരയും എന്നാണ് ഒരു പത്രത്തോട് ഇന്ന് രഞ്ജിത്ത് പറഞ്ഞത്. അതെ, നല്ല ഡയലോഗാണ്, മാസ് ഡയലോഗാണ്. കാരണം അതിജീവിതയോടൊപ്പം ഇരയോടൊപ്പം എന്നെല്ലാം ഡയലോഗ് അടിച്ച ഡയറക്ടർക്ക് സ്വാഭാവികമായിട്ടും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ, ഇരയോടൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനാണ് ഇര എന്ന് വെച്ചാൽ എന്നോടൊപ്പമാണ് സർക്കാർ എന്നാകുമല്ലോ. കൊള്ളാം.